മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 26/5/1989 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. തിരുവോണമാണ് നക്ഷത്രം. തിരുവോണം 4-ാം പാദം. ധനു ലഗ്നം. ലഗ്നത്തിൽ ശനി, 2-ൽ ചന്ദ്രൻ, 3-ൽ രാഹു ഗുളികൻ, 4, 5 ഭാവങ്ങൾ ശൂന്യം, 6-ൽ സൂര്യൻ, ബുധൻ, വ്യാഴം, ശുക്രൻ, 7-ൽ വിവാഹസ്ഥാനത്ത് കുജൻ, 8 ശൂന്യം, 9-ൽ ഭാഗ്യസ്ഥാനത്ത് കേതു, 10, 11, 12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വളരെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗ്രഹനിലയാണിത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ വ്യാഴലഗ്നം, ലഗ്നത്തിൽ ശനി. അപ്പോൾ തന്നെ ജീവിതത്തിലെ ഉയർച്ച അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് കാലതാമസം വരുത്തും. ലഗ്നത്തിൽ ശനി നിന്നാലോ ലഗ്നത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി എവിടെ നിന്നെങ്കിലും വന്നാലോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് കാലതാമസം ഉണ്ടാകും. കാരണം മന്ദൻ ശനി, പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം, അതാണ് മന്ദൻ അഥവാ ശനി. കാര്യങ്ങളെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലോ ഒക്കെയായിട്ട് സ്ലോ ആക്കും, വേഗത കുറയ്ക്കും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 5-ാം ഭാവാധിപനായിട്ടുള്ള മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം കുജൻ, ശക്തനായ കുജൻ, വിവാഹസ്ഥാനത്ത് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു, ബുധൻ്റെ ക്ഷേത്രത്തിൽ. അവിടേക്ക് ശനിയുടെ 7-ാമത്തെ ദൃഷ്ടി. അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ ഈ ഗ്രഹനിലയിലുണ്ട്. 5-ാം ഭാവാധിപത്യം വഹിച്ച് 7 നിൽക്കുന്നതുകൊണ്ട് തന്നെ വിവാഹ സംബന്ധമായി മനസ്സിന് ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, തീയും കാറ്റും പോലെയുള്ള അവസ്ഥ. കുജൻ ശനി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് അഗ്നിമാരുത യോഗമാണ്. ഇത് ഇൻഡയറക്റ്റായിട്ടുള്ള ഒരു അഗ്നിമാരുത യോഗം എന്ന് പറയാം. ഡയറക്റ്റായിട്ടല്ല, ഇൻഡയറക്റ്റായിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇത്തരം ആളുകളുടെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന അവസ്ഥകൾക്കിടയിൽ ശത്രുതയ്ക്ക് തന്നെ ഏതെങ്കിലും രീതിയിൽ കാരണങ്ങൾ ഉണ്ടാവാം. മാത്രവുമല്ല, ഏതൊരു ഗ്രഹനിലയിലെയും മനസ്സിൻ്റെ, മാതാവിൻ്റെ, ദേഹസുഖത്തിൻ്റെയൊക്കെ കാരകൻ ചന്ദ്രൻ 2-ൽ നിൽക്കുന്നു ശനിയുടെ ക്ഷേത്രത്തിൽ. അവിടേക്ക് രാഹുവിൻ്റെയും ഗുളികൻ്റെയും ഒരേ സമയമുള്ള 12-ാമത്തെ ദൃഷ്ടി. സ്വസ്ഥതയുള്ള ഒരു മനസ്സ് ഇദ്ദേഹത്തിന് അന്യം തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ ഒരു രീതിയിലും ഒരു സമയത്തും മനസ്സിനൊരു ശാന്തത, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. മനസ്സ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടി, കഷ്ടപ്പെട്ട്, കലുഷിതമായി ഇങ്ങനെ സംഭവിക്കുന്ന തുടർച്ചയായി ഒരു സ്വസ്ഥതയില്ലായ്മ, റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ചിന്തകൾ വന്ന് നിറയുക, അതിനനുസരിച്ച് ടെൻഷൻ കൂടുക പോലെയുള്ള ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നും തിരിച്ചറിയുക. ചന്ദ്രനോടൊത്ത് മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഗുളികൻ, രാഹു, കേതു, ശനി. അതിൽ തന്നെ ഗുളികൻ്റെയും രാഹുവിൻ്റെയും ബന്ധം ഒരേ സമയം, പ്രത്യേകിച്ചും ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രനിലേക്ക് വരുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ടഫാണ്. നിർബന്ധമായും കണിശമായും ശക്തമായിട്ടുള്ള പരിഹാരങ്ങൾ നേരത്തെ കൂട്ടി തന്നെ എടുത്ത് പോകേണ്ടുന്ന പാറ്റേണിൽ മാത്രം പെടുന്ന ഒരു ഗ്രഹനില കൂടിയാണിത് എന്ന് തിരിച്ചറിയുക. ആളുകൾക്ക് അവരവരുടെ ഗ്രഹനില എടുത്ത് നോക്കാം, ഇതുപോലെയൊക്കെയാണോ അതിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ ജ്യോതിഷത്തിൻ്റെ അരയും മുറിയൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ വലിയ തട്ടുകേടുകളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 9-ൽ ഭാഗ്യസ്ഥാനത്താണ് കേതു. കേതു എന്ന് പറയുമ്പോൾ 9-ൽ കേതു നിൽക്കുന്നതേ ഭാഗ്യ തടസ്സങ്ങൾ വരുത്തുന്നതിന് വളരെ ശക്തമായിട്ടുള്ളൊരു കാരണമാണ്. അതിനേക്കാൾ ഉപരി ഗുളികനോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ 7-ാമത്തെ സ്വാഭാവികമായിട്ടുള്ള ദൃഷ്ടി ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഭാഗ്യ തടസ്സം തന്നെ ഏതെങ്കിലും രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ എല്ലാം ഒരു ഭാഗ്യമാണ്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പുറത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. ജോലി, വരുമാനം, വിവാഹം, സന്താനം, സുഖം, സന്തോഷം എല്ലാം ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ആ ഭാഗ്യത്തെ എല്ലാം കെടുത്തുന്ന രീതിയിൽ, തടസ്സം വയ്ക്കുന്ന രീതിയിലാണ് കേതു 9-ൽ നിൽക്കുന്നത്. കണിശമായും പരിഹാരം എടുത്ത് പോകേണ്ടുന്ന ഒരു ഗ്രഹനില കൂടിയാണിത് എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ ശനി, ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം 6-ൽ നിൽക്കുന്നു. സൂര്യൻ, ബുധൻ, ശുക്രൻ, വ്യാഴം. അതിൽ തന്നെ ശുക്രൻ, സൂര്യൻ ശത്രുക്കളാണ്. വ്യാഴം, ബുധൻ ശത്രുക്കളാണ്.
അപ്പോൾ അതിൽ തന്നെ ഈ ശുക്രൻ സൂര്യൻ ശത്രുത എന്ന് പറയുമ്പോൾ വിവാഹ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള വിവാഹകാരക ഗ്രഹമാണ് ഏതൊരു ഗ്രഹനിലയിലും ശുക്രൻ. ഓരോ ഗ്രഹത്തിനും ഓരോ പ്രാധാന്യമുണ്ട് കൃത്യമായിട്ട്. വിവാഹകാരക ഗ്രഹമാണ് ശുക്രൻ, ഭാഗ്യകാരക ഗ്രഹമാണ് വ്യാഴം, പിതൃകാരക ഗ്രഹമാണ് സൂര്യൻ, അറിവിൻ്റെ ബുദ്ധിയുടെ ഓർമ്മയുടെ കാരക ഗ്രഹമാണ് ബുധൻ, ഭൂമികാരക ഗ്രഹമാണ് കുജൻ, കർമാധിപൻ ആണ് ശനി, മനസ്സിൻ്റെ കാരകൻ ചന്ദ്രൻ. ഇതാണ് ഏതൊരു ഗ്രഹനിലയിലെയും ഗ്രഹങ്ങളുടെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശുക്രൻ സൂര്യൻ ഒരുമിച്ച് നിൽക്കുന്നു, ശത്രുക്കളാണ്. വിവാഹ സംബന്ധമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പൊതുവെ ഇത്തരക്കാർക്ക് വളരെ വളരെ കൂടുതലാണ്. മാത്രവുമല്ല, 5ാം ഭാവാധിപത്യം വഹിച്ച് ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുന്ന കുജനിലേക്ക് ശനിയുടെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അഗ്നിമാരുത യോഗം തന്നെയാണ്. എന്ന് വെച്ചാൽ തീയിട്ടിട്ട് കാറ്റടിച്ചാൽ എന്ത് സംഭവിക്കും? അത് ആളിക്കത്തും. ആളിക്കത്തുന്നതിന് സമമായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് അതിനർത്ഥം. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനും ബുധനോടൊത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ 10ാം ഭാവാധിപൻ ബുധനുമാണ്. ജോലി സംബന്ധമായിട്ട് താരതമ്യേന നല്ലതാണ്. എന്തെങ്കിലും ഇറിറ്റേഷൻസ്, അതല്ല എങ്കിൽ അല്പം നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾക്ക് ശത്രുഗ്രഹങ്ങളുടെ സാന്നിധ്യം 10ാം ഭാവാധിപനുമായിട്ടുള്ളത് കൊണ്ട് ഉണ്ടാകാം. എന്നിരുന്നാൽ തന്നെ കമ്പാരിറ്റീവ്ലി ജോലിക്ക് വലിയ തടസ്സങ്ങളില്ല എന്ന് പറയാം. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ശനിയുടെ 10ാമത്തെ ദൃഷ്ടി തൊഴിൽ സ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ സ്ട്രെസ്സ്, ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതൊഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷേ നേട്ടങ്ങൾ ഉണ്ടായാൽ തന്നെ ചന്ദ്രൻ്റെ അവസ്ഥ വളരെ മോശപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട്, രാഹു പുളികൻ ദൃഷ്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് മനസ്സിനൊരു തൃപ്തിയില്ലായ്മ, അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ലായ്മ, അസ്വസ്ഥത, ബുദ്ധിമുട്ട്, കൺഫ്യൂഷൻ പോലെയുള്ള അനുഭവങ്ങൾക്ക് സാധ്യത വളരെ വളരെ കൂടുതലാണ്. ചെറിയ കാര്യങ്ങളിൽ വലിയ രീതിയിൽ ടെൻഷൻ അടിക്കുന്ന സ്വഭാവം. എന്നാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ധൈര്യം കൂടുതൽ കുജൻ കൊടുക്കും. അതിനനുസരിച്ച് ടെൻഷൻ ചന്ദ്രനിവിടെ വീക്കായി നിൽക്കുന്നതുകൊണ്ട് ചന്ദ്രൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പാറ്റേണിൽ കണിശമായിട്ടും, പ്രത്യേകിച്ചും വ്യാഴ ലഗ്നമൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ പകുതി ബുദ്ധിമുട്ടുകളെ നമുക്ക് ഒഴിവാക്കാൻ വളരെ എളുപ്പമാണ്. പരിഹാരങ്ങൾ ചെയ്താൽ വേഗം ഫലിക്കുകയും ചെയ്യും. അപ്പോൾ അത് പരിഹാരം ചെയ്യുക എന്ന് പറയുന്നതാണ് അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ തിരുവോണമാണ് നക്ഷത്രം. ചന്ദ്രദശയിൽ ജനിച്ചു. 90 വരെ, 1990 വരെ ചന്ദ്രൻ, അതിനുശേഷം കുജൻ 97 വരെ, അതിനുശേഷം രാഹു 2015 വരെ, അതിനുശേഷം ഗുരു 2031 വരെ, അതിനുശേഷം ശനി 2050 വരെ, ശേഷം ബുധൻ 2067 വരെ, ശേഷം കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ഗുരുവിൽ രവിയാണ്. 25/7/2025 തൊട്ട് 13/5/2026 വരെ ഗുരുദശയിൽ സൂര്യൻ്റെ അപഹാരം. എങ്ങനെയുള്ള ഗുരു? ലഗ്നാധിപത്യം വഹിച്ച് 6ൽ നിൽക്കുന്ന ഗുരു. പൊതുവേ 6, 8, 12 ഗുരുവിന് വലിയ റോളുകളുള്ള ഒരു പൊസിഷൻസ് അല്ല അത്. 6, 8, 12 അതിൽ 6ലാണ് ഗുരു നിൽക്കുന്നത്. അതിൽ തന്നെ 9ാം ഭാവാധിപത്യം വഹിക്കുന്ന സൂര്യൻ്റെ അപഹാരവും നടക്കുന്നു. 9ൽ കേതുവുണ്ട്. അപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഭാഗ്യ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിനൊക്കെ കൃത്യമായിട്ട് പരിഹാരങ്ങളെടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു 60-70% ഈ നെഗറ്റീവ്സിനെ അകറ്റി ഒഴിവാക്കി നിർത്താൻ തീർച്ചയായിട്ടും സാധിക്കുമെന്നും തിരിച്ചറിയുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.